എന്നെ ആദ്യമായിട്ട് ഒരു പബ്ലിക് സ്റ്റേജിൽ കയറ്റി എന്നെ പാട്ട് പാടിക്കുന്നത് തമ്പി സാറ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. നമസ്കാരം. ഈ ആഴ്ച നമ്മളോടൊപ്പം ഉള്ളത് ശ്രീലത ചേച്ചിയാണ്. ഇപ്പോൾ ശ്രീലത ചേച്ചി ഇത്രയും വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടം പാട്ടാണോ അതോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം? സിനിമയിൽ അഭിനയിക്കാന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയാ, പക്ഷേ നമ്മുടെ ഉള്ളിൽ പാട്ടാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ മദ്രാസിലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു. സ്വാമിയോടെ പഠിക്കാമെന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ഒരു 5-8 പ്രാവശ്യം എന്നെ ഇങ്ങനെ നടത്തി. ഞാൻ ഓരോ പ്രാവശ്യം പറയും, സ്വാമി എൻ്റെ പാട്ടൊന്ന് കേൾക്കണമെന്ന്. കേൾക്കാമെന്ന് പറഞ്ഞൊരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് കച്ചേരി നടത്തണോ അതോ സിനിമയിൽ പാടണോ? അപ്പോൾ എൻ്റെ അമ്മ മ്യൂസിക് അക്കാഡമി പാസ്സായി ടീച്ചറാണ്, ഒത്തിരി കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതായിരുന്നു താല്പര്യം. ഞാൻ പറഞ്ഞു, എനിക്ക് കച്ചേരി നടത്താൻ താല്പര്യം. അവർ പറഞ്ഞു, സിനിമയിൽ പാടാനാണെങ്കിൽ നീ പഠിക്കണമെന്നില്ല. അങ്ങനെ ഞാൻ സ്വാമിയുടെ കൂടെ ഒരു 4-5 വർഷം പാട്ടൊക്കെ പഠിച്ചു. പിന്നെ ഒരുപാട് കച്ചേരികൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്, ഒരുപാട് അമ്പലങ്ങളിൽ, പ്രസിദ്ധമായ അമ്പലങ്ങളിലൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് വന്നു. സിനിമയൊക്കെ കല്യാണം കഴിച്ചു പോയി പാട്ട് നിർത്തി. കുറെ പാട്ട് നന്നായിട്ട് പാടാൻ അറിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ ഒരു 16 സിനിമയിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയും പാടിയിട്ടുണ്ട്. പിന്നെ ആർക്കോ റാണിചന്ദ്ര മരിച്ചുപോയി, റാണിചന്ദ്രയ്ക്ക് വേണ്ടി പാട്ട്. പിന്നെ ശ്രീവിദ്യയ്ക്ക് വേണ്ടി ആ പാട്ടൊക്കെ നല്ല ഫേമസ് ആയി. ഒരു അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ശ്രീവിദ്യയ്ക്ക് വേണ്ടി. കാരണം ശ്രീവിദ്യയ്ക്ക് വേണ്ടി പാടിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര അഭിമാനം. കാരണം എന്താ വെച്ചാൽ എന്നെക്കാട്ടി നല്ലോണം പാടുന്നതാണ് ശ്രീവിദ്യ. അപ്പോൾ ആ ശ്രീവിദ്യയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടുന്ന പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ ആ പാട്ട് ഒരു 2 പേര് പാടും. അത് ദക്ഷിണാമൂർത്തി സ്വാമി തന്നെ ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല മകയിരം നാൾ കുറെ പോവേണം മലനാട്ടമ്മയ്ക്കു തിരുനോമ്പ് കാത്തില്ല പൂത്തില്ല തളിർത്തില്ല. മാം നന്നായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിന്റെ പാട്ടൊക്കെ. അപ്പോൾ ചേച്ചി ഇപ്പോഴും പാട്ടുകൾ പാടുന്നുണ്ട്, കച്ചേരിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം ഒരു കല്യാണമൊക്കെ കഴിച്ചൊരു ഗ്യാപ്പ് വന്നു. 10-23 വർഷത്തിന് ശേഷം വീണ്ടും എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതായപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ പാട്ടൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം, പഠിക്കണം എന്നൊക്കെ. പിന്നെ അദ്ദേഹം 2005 മരിച്ചുപോയി. പിന്നെ ഞാൻ ഒരു മാനസികമായിട്ടൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ പിന്നെ ഇല്ലല്ലോ. അപ്പം ഞാൻ അതിൽ നിന്ന് എന്ന് വെച്ചാൽ ഒരു മനസ്സിനൊരു മറ്റേതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് വേറെ മറ്റുള്ള ചിന്തകളൊന്നും ഇല്ല മാറിയാലും വീണ്ടും ഞാൻ പാട്ടിലോട്ട് വന്നു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷമൊക്കെ തോന്നി. വീണ്ടും 2008 മുതൽ വീണ്ടും കച്ചേരികൾക്കൊക്കെ പോയി തുടങ്ങി. കഴിഞ്ഞ വർഷം 2 കച്ചേരി ഉണ്ടായിരുന്നു, ശാസ്താംകോട്ട ഉണ്ടായിരുന്നു, അമ്പലപ്പുഴ. അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ കച്ചേരിക്കൊക്കെ. നമുക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാടാൻ പറ്റുമോ? പാട്ടുകൾ എനിക്ക് ദാസേട്ടൻ്റെ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. ദാസേട്ടൻ്റെ പാട്ടുകളെല്ലാം അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ആയിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഒരു മണിക്കൂറുണ്ട്, അരമണിക്കൂർ ഉണ്ടാക്കിയിരുന്ന പാട്ടുകളില്ല. ഒരു സിനിമയിലെ ഒരു 5-6 പാട്ടുകളെന്ന് വെച്ചാൽ അത് 1 മാസമൊക്കെ എടുത്തു കമ്പോസ് ചെയ്യാനും. അതൊരു കാച്ചി കുറിക്കുക പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ടുകൾ തന്നെ ഇപ്പോഴും കുട്ടികൾ ഈ റിയാലിറ്റി ഷോയിൽ പാടുന്നത്. ഇപ്പോഴത്തെ പുതിയ പാട്ടുകളല്ല. അതെ. അപ്പോൾ അതിന് അത്രയും ഒരു പ്രാധാന്യമുണ്ട് ഇപ്പോഴും നമുക്ക് ആ പാട്ടുകൾ. ഇപ്പോൾ എനിക്ക് ദാസേട്ടൻ പാടിയ ഉത്തരാ സ്വയംവരം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാനത് നോക്കട്ടെ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. നല്ല പാട്ടുകളാണ് ശ്രീകുമാരൻ തമ്മിയുടെ വരികൾ. അതെ, പണ്ടത്തെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയാണ്. അതെ, ഇപ്പോൾ ഉള്ള ഒരു പാട്ടുകൾ പോലെ അല്ല. എന്നെ ആദ്യമായിട്ട് ഒരു പബ്ലിക് സ്റ്റേജിൽ കയറ്റി എന്നെ പാട്ട് പാടിക്കുന്നത് തമ്പി സാറാണ്, ശ്രീകുമാരൻ തമ്പി. അന്ന് എനിക്കൊരു 11 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും ഒരേ നാട്ടുകാരാണ്, ഹരിപ്പാട്. ഞാൻ ജനിച്ചത് കരുവറ്റയാണെങ്കിലും പഠിച്ചത് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് ഹരിപ്പാട് ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലാണ് തമ്പി സാർ താമസിക്കുന്നത്. അങ്ങനെ
അന്നത്തെ കാലത്ത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടി ഈ ഹരിപ്പാട് ഒരു യോഗമൊക്കെ കൂടി അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ടൊരു പാട്ട്, അത് തമ്പി സാർ, എനിക്കിപ്പോൾ ഓർമ്മയില്ല, അതിന് അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്തു, അതെന്നെ കൊണ്ട് പാടിച്ചു. അപ്പൊ ചേച്ചി ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒരു നാടകഗാനം പാടാനായിട്ട് പറ്റുമോ? നാടകഗാനം ഇപ്പം സത്യം പറഞ്ഞാൽ കച്ചേരിക്കൊക്കെ നാടകഗാനം കൂടെ പാടുന്നുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ. ഞാനും കച്ചേരിക്ക് പാടുന്ന ഒരു ഇതുണ്ട്, അതായത് പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. അത് നല്ല താളവും നല്ല ഇതൊക്കെ ഉള്ളതാണ്. അതെ, നല്ല പാട്ടുകളാണ് അത്. അപ്പോൾ കച്ചേരിയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു 3-4 കീർത്തനങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഉത്തരാസ്വയംവരം, ഡിവോഷണലായിട്ടുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ, ഭജൻസ്, ഇതൊക്കെ അങ്ങോട്ട് ചേർത്തിപ്പം. അത് നല്ലൊരു ഇതാണ് ആൾക്കാർക്ക്. ഞാൻ ഈ പറന്നു ഞാൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഇറങ്ങി ഇത് കച്ചേരി കഴിഞ്ഞാൽ പോകുമ്പോൾ പറയാം, ഒരാൾ അവിടെ നിന്നുകൊണ്ട് പറയാം, ചേച്ചി അടുത്ത വർഷം വന്ന് ഈ പറന്ന് പാടണം കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണ്. അത് പണ്ടുള്ള പാട്ടുകൾക്ക് അത്ര ഒരു പ്രത്യേകതയില്ലേ? നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു ഇതല്ലല്ലോ ഉള്ളത്. ഇത് എല്ലാരും അത് എല്ലാരെ കൊണ്ടും പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പഴയ പാട്ടാണോ ഇപ്പോഴത്തെ പുതിയ പാട്ടാണോ ഇഷ്ടം? പഴയ പാട്ടുകളാണ് എന്തുകൊണ്ടും ഇഷ്ടം. അതെല്ലാവർക്കും അതിനൊരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. സത്യം. ഇപ്പോഴത്തെ പാട്ടുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാസം വരെ നിൽക്കത്തുള്ളൂ, പിന്നെ നമ്മളത് മറന്നുപോയി. പഴയ പാട്ടുകൾ അങ്ങനെയല്ല, മറക്കത്തില്ല. പഴയ പാട്ടുകൾ നമ്മൾ മറക്കാനേ പറ്റത്തില്ല. എല്ലാ റിയാലിറ്റി ഷോയിലും പ്രൈസ് വാങ്ങിക്കുന്ന ആ പഴയ പാട്ട് പാടിയിട്ടാ അല്ലേ? അപ്പം അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ മാം ഇപ്പോ സ്കൂളിലൊക്കെ ലൈഫും അങ്ങനെ കോളേജ് ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഈ നമ്മളൊരു സ്കൂളിലൊരു VIP-യാണ്. അപ്പോൾ സ്പോർട്സിന് ഫസ്റ്റ് വാങ്ങിക്കുന്നു, പാട്ടിന് പാടുന്നു, പിന്നെ ട്രോഫിയൊക്കെ കൊണ്ടുവന്ന് സ്കൂളിൽ വയ്ക്കുന്നു. അതൊക്കെ അപ്പോൾ നമ്മളെ ഒരുപാട് ഈ പിള്ളേർ ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ. അപ്പോൾ നമുക്ക് അവർ വീട്ടിലുണ്ടാക്കുന്ന ചില പിന്നെ സ്വീറ്റ്സോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരുന്നു. അപ്പം അങ്ങനെ ഉള്ള എന്താ വെച്ചാൽ ആ സ്കൂൾ ജീവിതം നമുക്ക് മറക്കാൻ പറ്റില്ല. അത് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് തീർന്നു പോയല്ലോ എന്നുള്ളതാണ്. ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ച പലരും എന്നെ വിളിക്കാറുണ്ട്, എൻ്റെ നമ്പരൊക്കെ അന്വേഷിച്ചു. പക്ഷെ അതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അവരെന്നെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക, എന്നെ അവർക്കറിയാം. അവരെ ചിലപ്പം ഇപ്പോൾ ഇത്ര പ്രായമൊക്കെ ആകുമ്പോൾ രൂപമൊക്കെ മാറിപ്പോത്തില്ലേ. ഇപ്പോൾ ഞാനൊരു 58 വർഷത്തിന് ശേഷം ഞാൻ ഹരിപ്പാട് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ കെട്ടിടങ്ങളൊക്കെ മാറി, ഒരു പഴയ കെട്ടിടം മാത്രമുണ്ട്. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലത്തെ ഈശ്വര പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ ഞാൻ തന്നെ പാടുന്നത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അത് അന്നത്തെ ഒരു വലിയ ഫേമസാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ജനഗണമന, അത് ഞാനാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ നിന്ന് പാടിയിരുന്ന ആ കെട്ടിടം മാത്രം അവിടെ ഉണ്ട്, ബാക്കിയെല്ലാം പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്നും അതിൻ്റെ ഫ്രണ്ടിലാണ് ഹരിപ്പാട് അമ്പലം. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, അന്ന് നമുക്കൊന്നും അത്ര പറയാനറിയോ, എന്നെ രക്ഷിക്കണേ, എന്നെ പരീക്ഷ ജയിപ്പിക്കണേ. ഇപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ആ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ സ്കൂളിലോട്ട് തൊട്ടാ സ്കൂള്. അപ്പോൾ ഞാൻ ഇപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ മാസവും അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാണുമ്പോൾ വിചാരിക്കും, ഈശ്വര ഇതിനകത്തോട്ട് ഞാനൊന്ന് കയറി ചെന്നാൽ എന്നെ ഇവിടെയുള്ളവർ മനസ്സിലാക്കുമോ? കാരണം ടീച്ചേഴ്സ് എല്ലാവരും മാറിപ്പോയില്ലേ. അപ്പോൾ ഞാനൊരു ദിവസം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി ചെന്നു ടീച്ചേഴ്സെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ. അപ്പോൾ അവർക്കറിയാം ഞാൻ പണ്ട് ഇവിടുത്തെ ഒരു VIP ആയിരുന്നു. ഭയങ്കര സ്വീകരണമായിരുന്നു, അത് കൊണ്ടുവരുന്നു ഇത് കൊണ്ടുവരുന്നു. എനിക്കിന്ന് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഒരു ആനിവേഴ്സറി വന്നപ്പോഴത്തെ എന്നെ സ്വീകരിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തി, ഇങ്ങനെ പഴയ ഇവിടുത്തെ നമ്മുടെ കലാതിലകമായിരുന്നൊക്കെ പറഞ്ഞിട്ട്, അത് നമ്മുടെ ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാലേ ഈ പിള്ളേരും എല്ലാവരുമായിട്ടുള്ള ഒന്നും മറക്കാനൊക്കത്തില്ല നമുക്ക്. നമ്മുടെ ആ ജീവിതത്തിലെ ഏറ്റവും സ്നേഹമുള്ള നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോടായിരിക്കും നമ്മുടെ വീട്ടിലെ ഓരോ പ്രാരാബ്ദങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ സംസാരിക്കുന്നത്. അവർ തിരിച്ചു ഇങ്ങോട്ടായിരിക്കും. അതൊരു ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു അനുഭവം എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ? ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണോ? കോളേജ് ജീവിതം കണ്ട് നമുക്ക് സ്കൂൾ ലൈഫാണ് കൂടുതലും മറക്കാൻ പറ്റാത്തൊരു ഇത്. ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അവരുമായിട്ടാണ് ഉള്ളത്. അതെ, സത്യമാണ്. അപ്പോൾ മാം ഇത്രയും നേരം നമ്മളോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഇനി അടുത്ത എപ്പിസോഡുകളിൽ ഇനി നമുക്ക് കാണാം. ചേച്ചിയെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി താങ്ക് യു.